എൻ്റെ പേര് ഡോക്ടർ ഷംസുദ്ദീൻ. ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നു. ഞാൻ കോഴിക്കോട് കോട്ടുള്ളിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പുതുതായി ഒരു വീട് വയ്ക്കാം എന്നൊരു ആലോചന ഉണ്ടായത്. എൻ്റെ സുഹൃത്തുക്കളായ 1-2 ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് ഗുഡ് എർത്തിനെ പറ്റി അറിയുന്നത്. ഗുഡ് എർത്തിൻ്റെ വരാൻ പോകുന്ന ബെയർ ഫുട്ട് ഓൺ ദ ഹിൽസ് എന്ന പ്രൊജക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയുടെ ആ പച്ചപ്പും ഭംഗിയും നഷ്ടപ്പെടാതെ നടത്തുന്ന കൺസ്ട്രക്ഷനാണ് എന്നാണ് മനസ്സിലായത്. ഈ പുതിയ വില്ല ഇപ്പോൾ മുണ്ടിക്കൽ താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്ന മലാപ്പറമ്പാണ്. അപ്പോൾ അവിടേക്ക് പോകാനും വരാനും ഒക്കെ വളരെ ആക്സസിബിൾ ആണ്. സിറ്റിയിലേക്കാണെങ്കിലും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സിറ്റിയിൽ നിന്ന് ആക്സസിബിൾ ആണെങ്കിൽ പോലും ഇതൊരു കാം ആൻഡ് സെറീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കംഫർട്ടും എല്ലാം കിട്ടുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരികയുണ്ടായത്. ബെയർ ഫുട്ട് ഓൺ ഹിൽസിലെ 17 നമ്പർ വില്ലയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും. ഈ വില്ലയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവുണ്ട്. അവർ കൺസ്ട്രക്ഷൻ സമയത്ത് ആ മാവ് മുറിക്കാതെ മാവിനോട് ചേർന്നിട്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. ആ മാവിൻ്റെ മുമ്പിൽ വീട്ടിൻ്റെ കൊലായിൽ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് നല്ല കാറ്റ് വരും. ആ കാറ്റും കൊണ്ട് വൈകുന്നേരത്തെ സൂര്യനെയും പ്രകാശവും കണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ ഗ്രീൻ കളർ, അത് രണ്ടും എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളതും മടുപ്പ് തോന്നിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു ഡിസൈനും കളറുമാണ്. പിന്നെ അതുപോലെ നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. പിന്നെ ആർക്കിടെക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ എർത്തി ഡിസൈനും നേച്ചറും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ഗുഡ് എർത്തിൻ്റേത്. ബെഡ്റൂം മുകളത്തെ മെയിൻ ബെഡ്റൂമിൽ ഒരു വിൻഡോ സില്ലുണ്ട്. അവിടെ ഇരുന്ന് ബേ വിൻഡോയിൽ ഇരുന്നാൽ നമുക്കവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാം. മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു കട്ടൻ ചായ എടുത്ത് നമുക്ക് ബാൽക്കണിയിൽ പോയി ആ മഴയുടെ സൗന്ദര്യം ആസ്വദിക്കാം. നല്ല കാറ്റും തണുപ്പും ചായയും എല്ലാം ആസ്വദിക്കാം.